താരസംഘടനയായ അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടു. 25 കൊല്ലമായി സെക്രട്ടറിയായിരുന്ന ഇടവേള ബാബു സ്ഥാനമൊഴിഞ്ഞതോടെയാണ് സിദ്ദിഖിൻ്റെ തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വനിതകളുടെ സീറ്റ് ഒഴിച്ചാനുള്ള തീരുമാനം ഒരു വിഭാഗത്തിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഇന്നായിരുന്നു അമ്മയുടെ ജനറൽ ബോഡി യോഗം. അതിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇടവേള ബാബു പടിയിറങ്ങുകയും ചെയ്തു. അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. പറയൂ അശ്വിൻ. എസ് കെ സൂചിപ്പിച്ചതുപോലെ 25 വർഷത്തിന് ശേഷമാണ് അമ്മയിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടവേള ബാബു മാറിയതോടെയാണ് ഒരു മത്സരം തന്നെ അവിടേക്ക് ഉണ്ടായതെന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും സിദ്ദിഖാണ് ഔദ്യോഗിക പക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചിരിക്കുന്നത്. കുക്കു പരമേശ്വരനും ഒപ്പം ഉണ്ണി ശിവപാലും സിദ്ദിഖിനെതിരെ മത്സരിക്കുകയും ചെയ്തെങ്കിലും അത് പരാജയപ്പെടുകയാണ്. ഒപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ജയൻ ചേർത്തലയും വിജയിച്ചിട്ടുണ്ട്. അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തി ബാബുരാജാണ് ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. അമ്മയുടെ ഭരണഘടന പ്രകാരം 11 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 പേർ വനിതകളായിരിക്കണം. ഈ 4 പേർ വനിതകളായിരിക്കേണ്ടത് 3 വനിതകൾ മാത്രമാണ് മത്സരിച്ചത്. അതിൽ അനന്യ മാത്രമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത്. അതോടുകൂടിയാണ് വലിയ പ്രതിഷേധമുണ്ടായത്. അൻസിബ, സരയു എന്നീ 2 പേർ മത്സരിച്ചെങ്കിലും അവരെ മാറ്റി നിർത്തുകയായിരുന്നു. അവർക്ക് കിട്ടിയ വോട്ട് തീരെ കുറവാണ് എന്നുള്ളതായിരുന്നു അവരുടെ പക്ഷം. എന്തായാലും അതേ തുടർന്ന് വലിയ തർക്കമുണ്ടായി. ഒരു മണിക്കൂറോളം നീണ്ട തർക്കത്തിനൊടുവിൽ മത്സരിച്ച 3 പേരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും അവശേഷിക്കുന്ന ഒരാളെ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കാനും ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും തർക്കത്തിനൊടുവിൽ അതിനൊരു പരിഹാരമായി. ഇപ്പോൾ പൂർണ്ണമായി മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ അമ്മയ്ക്ക് പുതിയ ഭരണ സമിതി നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. എസ് കെ ഓക്കെ, വളരെ വികാരഭരിതമായ ഒരു വിടവാങ്ങൽ പ്രസംഗമാണ് ഇന്ന് ഇടവേള ബാബു ചെയ്തത്. കാരണം ഇത്രയും കാലം ഒരു നിഴൽ പോലെ അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ട് എവിടെയും കാണാമായിരുന്നു ഇടവേള ബാബുവിന്. മാത്രമല്ല ടെലിവിഷൻ ചാനലുകളുമായിട്ടൊക്കെ നല്ല ബന്ധം അമ്മയ്ക്ക് സൂക്ഷിക്കുന്നതിലും ഇടവേള ബാബു കാര്യമായി പങ്കുവഹിച്ചിരുന്നു. ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും പരിപാടികളിലൊക്കെ ബാബുവിൻ്റെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. താങ്ക് യു ഇടവേള ബാബു ഫോർ ആൾ ദ സപ്പോർട്ട്.